രണ്ടേ രണ്ട് വെടിയുണ്ട. എന്റെ പൊന്നുമോൻ മുനിച്ചാമി, മോളെ കണ്ണകി, ഉങ്ക അപ്പാവുക്ക് இந்த ഗതി വന്നിടിച്ചുവല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറെ സന്തോഷമുള്ളൊരു വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം വീണ്ടും മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നമ്മുടെ കേരളം ഒന്നാമതെത്തി വീണ്ടും എന്നുള്ളത്. 434 കേന്ദ്രം നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളിൽ 431 നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലിൽ നിന്ന് കേരള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശശി തരൂർ പറഞ്ഞതുപോലെ പണ്ട് ഇഴയുന്ന കൊമ്പനായിരുന്നുവെങ്കിൽ ഇന്ന് ഗർജിക്കുന്ന കടുവയായിട്ട് മാറിയിട്ടുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വളരെ സമാധാനമായിട്ട് കള്ളക്കടത്ത് നിർത്തിക്കൊണ്ടിരുന്ന എന്നെ നീ തറ പറ്റിച്ചു. എന്തൊക്കെയാ നമ്പ്യാർ സാറേ ഈ പറയണേ? എന്ത് കുറ്റം ചെയ്തിട്ടാ എന്നിട്ട് ഇങ്ങനെ തല്ലിച്ചതക്കണേ? ഒന്നും അറിയില്ലല്ലേ? പണ്ട് മദ്രാസിൽ എന്റെ ഓഫീസിൽ ആ സിഐഡികളെ കൊണ്ടുവന്ന നീ ആയിരുന്നില്ലേ? സിഐഡികളോ? അവർക്ക് ജോലി കൊടുക്കണമെന്ന് പറഞ്ഞ് എന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ നീ കൂട്ടുന്നില്ലേ? സത്യം പറ, നീ ഒരു സിഐഡി ചാരനല്ലേ? സിഐഡി ചാരനോ? എന്റെ നമ്പ്യാർ സാറേ, തവണ അടയ്ക്കാൻ പറ്റാതെ എന്റെ ടാക്സി കാർ മാർവാടികൾ കൊണ്ടുപോയപ്പോ കണ്ടവന്റെ കൈയും കാലും പിടിച്ച ഇന്റർസ്റ്റേറ്റ് ലോറിയിൽ ഈ പണി ഒപ്പിച്ചത്. തമ്പി സാറിന്റെ കളത്തില് ലോഡ് ഇറക്കാൻ വരുന്നത് ഇത് 7ാമത്തെ തവണയാണ്. ഒന്നും പറയണ്ട, മുള്ളെടുക്കാൻ മുള്ളു തന്നെയാണ് നല്ലത്. മദ്രാസ് നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി കരിഞ്ഞിരിക്കുന്നു. അവരെ നിനക്ക് ജീവനോടെ കാണണമെന്നുണ്ടോ? എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും 24 മണിക്കൂർ സമയം തരുന്നു. നിന്റെ ആ CID പരീക്ഷകളെ 2 നീ തന്നെ ഇവിടെ വെച്ച് കൊള്ളണം. CIDകളാണോ കുടുംബമാണോ വേണ്ടതെന്ന് തീരുമാനിച്ചോ? ഏത് CIDകളെ പറ്റി സാറ് പറയണേ? CID ദാസനും വിജയനും നീ അറിയില്ലല്ലേ? ആ തെണ്ടികളോ? അവരിവിടെയും വന്നോ? അപ്പോ വെറുതെ അല്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടണേ. റാസ്കൽ, സത്യമായിട്ടും എനിക്കൊന്നും അറിഞ്ഞൂടാ സാറേ. അറിയില്ലെങ്കിൽ പറഞ്ഞുതരാടാ. ഞങ്ങൾക്ക് അവരെ കൊല്ലാൻ കഴിഞ്ഞില്ല. നീ ആവുമ്പോ അവര് സംശയിക്കില്ലല്ലോ. ആലോചിക്കാൻ സമയമില്ല. എന്ത് പറയുന്നു? എന്റെ കുഞ്ഞുങ്ങള് ആ വിചാരം ഉണ്ടെങ്കിൽ ആ പിടിക്ക്. രണ്ടേ രണ്ട് വെടിയുണ്ട. എന്റെ പൊന്നുമോൻ മുനിച്ചാമി, മോളെ കണ്ണകി, ഉങ്ക അപ്പാവുക്ക് இந்த ഗതി വന്നിടിച്ചുവല്ലോ.